വെൽക്കം ടു കോൾ വിത്ത് കേശവാസ്. ഞാൻ വീട്ടിൽ നമ്മൾ ചുമ്മാ ഇരിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഒരു കാറ് മോഡിഫിക്കേഷൻ ചെയ്യാമെന്ന് തോന്നി. അപ്പോൾ ഞാൻ ഒരു കാറ് കുറച്ചായിട്ട് ഇപ്പോൾ കളക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അതിൽ നിന്നൊരു കാറ് നമ്മൾ സെറ്റ് ചെയ്യുകയാണത്. ഇത്രയും കാറും കൂടെ ഉണ്ട്. ഇതാണ് നമ്മുടെ കാർ കളക്ഷൻ. വേണ്ട കുറച്ചാറുള്ളൂ. ഇത് നമ്മൾ ഈ കാറാണ് മോഡിഫിക്കേഷൻ വേണ്ടി പോണത്. ഈ സാധനമില്ലേ, ഇതിന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അകത്തൊരു ചെറിയൊരു ലൈറ്റ് പിടിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കുഞ്ഞ് ലൈറ്റ് പറ്റുകയാണെങ്കിൽ നമ്മൾ ഫ്രണ്ടിലൊരു ചെറിയ ഹെഡ് ലൈറ്റിൻ്റെ ഭാഗമില്ലേ, രണ്ട് ഹെഡ് ലൈറ്റ് പിടിപ്പിക്കാൻ നോക്കും. പക്ഷെ നമുക്ക് ഫസ്റ്റ് നമ്മളിൻ്റെ അകത്തൊരു ചെറിയ ലൈറ്റ് കൊടുക്കും. പൊക്കത്തായിട്ട് നമ്മുടെ ബാറ്ററി വെച്ചിട്ട് ഒരു ചെറിയൊരു ബാറ്ററി നമ്മളൊരു ഗ്രില്ല് പോലെയായിട്ട് മാറ്റിയെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ കാറ്. അതിനുശേഷം നമ്മൾ അടുത്തായിട്ട് നിങ്ങൾക്ക് താറ് മോഡിഫിക്കേഷൻ ചെയ്യണമെങ്കിൽ കാണാം. താറൊക്കെ നമ്മളിവിടെ ഒട്ടിച്ച് വെച്ചേക്കാം. 2 താറുണ്ട്, പിന്നെ ഒരു ഹോട്ട് വീൽസിൻ്റെ കാറുണ്ട്, പിന്നെ ഇത് നമ്മൾ ഇത് മോഡിഫിക്കേഷൻ ചെയ്താണ്. ഇവിടെ എയറിൻ്റെ ഇതൊക്കെ വെച്ച് കിഡിലും മോഡിഫിക്കേഷനാണ്. ഇതിനെ നമ്മൾ പയ്യെ പൊക്കി ഒരു ഓഫ് റോഡ് മോഡലിലേക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ലൈറ്റൊക്കെ നിങ്ങൾ പറയുക. പിന്നെ കുറേ കാറ് പൊക്കത്തുണ്ട്. ഇവിടെ നമ്മൾ മോഡിഫിക്കുക. അപ്പോൾ ഈ കാറ് മോഡിഫിക്കേഷൻ ചെയ്യാം. അപ്പോൾ നമ്മൾ പോകും. നമ്മുടെ പണിപ്പുര, ഇവിടെയാണ് നമ്മൾ എഡിറ്റിങ്ങും എല്ലാം ചെയ്യണത്. അപ്പോൾ ഇത് നമ്മുടെ ചെറിയ ഇലക്ട്രോണിക് സാധനങ്ങളാണ്. ഇതിലെന്ന് വെച്ചാൽ ബാറ്ററിയുടെ വയറില്ലേ, നമ്മൾ ചെറിയ ബാറ്ററിൻ്റെ അങ്ങനത്തെ ബാറ്ററിയിൽ നിന്ന് വയറിലേക്ക് കണക്ട് ചെയ്യണം. അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. ഇത് സോൾഡർ എനിക്ക് അറിയാമല്ലോ. ഇത് കുറച്ച് സ്വിച്ച് ആട്ടാ നമ്മളിങ്ങനെ ചെറിയ കളക്ട് ചെയ്ത് തരും. ഇത് കുറച്ച് ലൈറ്റ്. നമ്മുടെ ബാറ്ററിയാണ് 9 വോൾട്ടിൻ്റെ ബാറ്ററികളാട്ടോ വൈസ്. ഇതൊരു 10 ഉണ്ട്. പിന്നെ നമ്മുടെ ഇത് കറണ്ടിൽ നിന്ന് ചെറിയ ബൾബിലേക്ക് കൊടുക്കുന്ന സാധനം. പിന്നെ സോൾഡറിങ്ങിൻ്റെ ഐറ്റംസാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഗൈസ് ഇതിൽ നമ്മുടെ കാറിന് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് എടുത്താൽ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് ലൈറ്റ് ഉണ്ട്. ഇതിൽ നമ്മൾ ഒരു മിന്നി ലൈറ്റ് ഉണ്ട് കേട്ടോ, കാണിച്ചു തരാം. ഇത് വലുതാണ്. നമ്മൾ കപ്പാസിറ്റർ കൊടുത്ത ഒരു ചെറിയ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ഈ സാധനമാണ് ഐറ്റം. ഇതാണ് അപ്പോൾ നമ്മൾ ഈ കാറിൻ്റെ അകത്ത് കയറ്റാൻ പോകുന്നത്. ഒരു കുഞ്ഞ് ലൈറ്റിൻ്റെ അകത്ത് നമ്മൾ പയ്യെ സെറ്റ് ചെയ്യാൻ പോണത്. ഇതാണ് നമ്മൾ ഇതിൻ്റെ അകത്തായിട്ട് കൊടുക്കാൻ പോണത്. അപ്പോൾ ഒരു മിന്ന എഫക്റ്റ് കിട്ടും. അതിനുശേഷം നമ്മൾ മാക്സിമം ഞാൻ മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റും അത്രയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ബാറ്ററി തന്നെ ഉദ്ദേശിക്കണത് ഇതിൽ നിന്ന് നമ്മൾക്ക് ഉപയോഗിക്കും. ബാറ്ററി ഇല്ലേ, പയ്യെ ഇതിൻ്റെ പൊക്കത്ത് വേണ്ട ഇങ്ങനെ പൊക്കത്തായിട്ട് കൊടുക്കണം. ബാക്കിലായിട്ട് നമ്മൾ ഇങ്ങനെ പൊക്കത്ത് കൊടുക്കും. എന്നിട്ട് ഇതിനൊന്ന് കവർ ചെയ്തെടുക്കും. ഇതിങ്ങനെ ഒട്ടിച്ച് വയ്ക്കും. ഇതിന് പിന്നെ വയറിങ് ഒക്കെ ഇതിൻ്റെ അകത്തേക്കൂടെയാണ്. ഇത് നമുക്കിപ്പോൾ ആദ്യം ഓപ്പൺ ചെയ്യണം കേട്ടോ. നമ്മൾ ഫ്രണ്ടിൽ സ്ക്രൂ അയച്ചിട്ടുണ്ട്. ഇനി ബാക്കിൽ തയ്ക്കണം. ഇത്തിരി പാടുള്ള വണ്ടി കേട്ടോ. നമ്മുടെ ഇതുകൊണ്ട് അയക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പയ്യെ നമുക്ക് അയച്ചെടുക്കാം കേട്ടോ. നമ്മൾ 2 സ്ക്രൂ അയച്ചെടുത്തിട്ടുണ്ട്. എടുത്ത് ചെയ്യാം. പൊളിച്ച് കാണിച്ചു തരാം. ഇത്തിരി പാടട, കാരണം ഒട്ടിച്ചുകൊണ്ട് ഗമ്മൊക്കെ അകത്ത് വരുന്നുണ്ട്. അത്യാവശ്യം ടഫാണ്. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മൾ പൊളിച്ചത്. ഈ ഒരു പീസ് നമുക്ക് ഊരിയെടുക്കാം കേട്ടോ. ഇവിടെ കാറിൻ്റെ പാർട്സ് എന്ന് പറഞ്ഞ ഇതാണ്. നമ്മുടെ ടയർ വല്ലുണ്ട്, 2 ടയറ്, പിന്നെ ഒരു അടിയത്തെ പാട്ട്, ഇത് ഇതിൻ്റെ അകത്തത്തെ പാട്ട്. ഇതിൻ്റെ അകത്താണ് നമ്മൾ ലൈറ്റ് കൊടുക്കുന്നത്. പിന്നെ എൻ്റെ മെറ്റൽ ബോഡി ആട്ടാ ഗൈസ്. നമ്മുടെ ഫ്രണ്ട് ലൈറ്റ് പിടിപ്പിക്കാൻ പറ്റിയത് ഇതാണ്. പയ്യൊക്കെ ഫോണിൽ ഇട്ടിട്ട് കുഞ്ഞു ലൈറ്റ് ആണെങ്കിൽ പിടിപ്പിക്കാം, വെള്ള കളറിൽ. പിന്നെ അകത്തൊക്കെ നല്ല സ്പേസ് ഉണ്ട്. കാരണം ഈ ഒരു പീസാണ് വരുന്നത്. ഈ പീസ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അകത്ത് മാക്സിമം നമുക്ക് വയറ് കണ്ട ഇവിടെ കൊടുത്താലും ഇവിടെ ആയിട്ട് ചെറിയ ബാറ്ററിക്കൊക്കെ വെക്കാം. ഈ ടൈപ്പിൻ്റെ ചെറിയ ബാറ്ററി ഇല്ലേ, ഇതൊക്കെ വെക്കാം. പിന്നെ നമ്മുടെ ലൈറ്റ് വർക്ക് ചെയ്യുമെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല വെട്ടുണ്ട് കേട്ടോ. അതെ, അത്യാവശ്യം നല്ല ലൈറ്റ് ഉണ്ട് നമ്മുടെ ലൈറ്റിന്. നമുക്ക് ഫസ്റ്റ് പണിയിലേക്ക് പോകാം. നമ്മൾ ഈ മോഡിഫിക്കേഷൻ വേണ്ടി എടുത്തേക്കുന്ന സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 2 വയർ എടുത്തിട്ടുണ്ട്. ബ്ലൂ ബ്ലാക്ക് കളറിലത്തെ 2 വയർ എടുത്തിട്ടുണ്ട്. ചെറിയ നീട്ടുള്ളതുള്ളൂ. ഒരു 15-30 സെൻറ്റിമീറ്റർ 2 വയർ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബാറ്ററിന് കൊടുക്കാനുള്ള ഈ ഒരു കണക്ഷൻ്റെ ഒരു സാധനം ഇതുകൊണ്ട് ചെറുതാക്കും. പിന്നെ എടുത്തേക്കുന്നത് ഒരു കപ്പാസിറ്റർ. കാരണം ഇതൊരു പഴയ കപ്പാസിറ്റർ നോക്കിയാലും കത്തിപ്പോവും. അതുകൊണ്ട് നമ്മൾ വലിയ ബാറ്ററി കൊടുക്കുന്നുണ്ട്. ഒരു കപ്പാസിറ്റർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കപ്പാസിറ്ററിന് കൊടുക്കും. പിന്നെ സ്വിച്ചാണ് എടുത്തേക്കണേ.
പിന്നെ നമ്മൾ 9 വോൾട്ട് ബാറ്ററി, നമ്മൾ ചെറിയ ബാറ്ററി ഒക്കെ കിട്ടിയത്, അതുകൊണ്ടാണ് 9 വോൾട്ട് എടുത്തത്. നമ്മൾ ഉദ്ദേശിക്കണം എന്താണെന്ന് വെച്ചാൽ ഈ സാധനമില്ലേ ഇതിൻ്റെ ബാക്കി, ഇതാണ് നമ്മുടെ ശരി ഒരു നോർമൽ ലൈറ്റിൻ്റെ ഒരു മെക്കാനിസം എന്ന് പറഞ്ഞാൽ. ഇവിടെ നമ്മൾ ലൈറ്റ് കൊടുക്കും, 2 വയർ കണക്ട് ചെയ്യും. ഇങ്ങനെ എന്ത് ഇവിടെ നമ്മൾ സോൾഡർ ചെയ്തിട്ടും എന്താ പൊട്ടി പോകുന്നതുകൊണ്ടാണ് നമ്മൾ ഇത് ഒട്ടിച്ച് വെച്ചത്. പിന്നെ നെഗറ്റീവാണ്, ബാറ്ററി കൊടുക്കുമ്പോൾ ഇതിലേക്ക് ഊർന്ന് മുട്ടാണ്ടിരിക്കുകയാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഇത് ഒരു കപ്പാസിറ്റർ ഉണ്ട്, ഒരു കപ്പാസിറ്റർ അതിൽ പോസിറ്റീവ് നെഗറ്റീവ്. അപ്പോൾ ഇത് നൈസായിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ കയറ്റി വയ്ക്കും. വേണ്ട ഇതായിരിക്കും സാധനം പകച്ചൊന്ന് കത്തും. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ലൈറ്റില്ലേ, ഈ ലൈറ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട ചെറിയ തുമ്പൊക്കെ ഒടിഞ്ഞിട്ട് അധികമില്ല. അപ്പോൾ നമുക്ക് ഇതിലേക്ക് പയ്യെ സോൾഡർ ചെയ്ത് നമ്മുടെ ഇത് പിടിപ്പിക്കാം കേട്ടോ. നമുക്ക് സോൾഡർ ചെയ്യാം. സോൾഡർ നല്ല നല്ല പഴുത്തിരിക്കുകയാണ്, പുകയൊക്കെ കൊണ്ടുപോയത് ഗ്രീസ് ചെയ്ത് ചെറിയ ഇതിൽ ഗ്രീസാക്കാം. ശേഷം നമുക്ക് ലഡ് സീനായിട്ട് ലഡ് ഇരിക്കണം കേട്ടോ. അയ്യോ വയറെടുത്തില്ല. ഫസ്റ്റ് നമുക്ക് വയറെടുക്കാം. വയർ അതിനെ തുറന്നിട്ടുണ്ട്. ഈ വയർ നമുക്ക് വയ്യ ഇതിലേക്ക് സോൾഡർ ചെയ്യാം കേട്ടോ. റെഡ് വയർ സോൾഡർ ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ബ്ലാക്ക് നെഗറ്റീവിൻ്റെ ആ ഒരു വയർ സോൾഡർ ചെയ്യാം. വയ്യ മുട്ടിച്ച് അത്യാവശ്യം കൊടുത്തിട്ടുണ്ട്. നമുക്ക് നെഗറ്റീവിൻ്റെ ഒരു വയർ സോൾഡർ ചെയ്തെടുക്കാം കേട്ടോ. മോഡിഫിക്കേഷൻ ചെയ്യണത് പക്ഷെ കറണ്ട് വഴി മോഡിഫിക്കേഷൻ ചെയ്യണ ഫസ്റ്റ് ആയിട്ടാണ്. അല്ലാണ്ട് ടയർ അങ്ങനത്തെ ചെറിയ പണികളൊക്കെ നമ്മൾ കുറേ ചെയ്യാറുണ്ട് കാറിൽ. കാരണം യൂട്യൂബിൽ കാണുമ്പോൾ കൗതുകം തോന്നും. അപ്പോൾ തന്നെ നേരെ കാർ എടുക്കുക, മോഡിഫൈ ചെയ്യുക. അപ്പോൾ ചെറുതായിട്ടാണ് കളക്ട് ചെയ്യണത് കാറ്. ചിലക്ക് ഊരിപ്പോയല്ലോ. അപ്പോൾ അടുത്തൊക്കെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം കേട്ടോ. നമുക്ക് പയ്യെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. നമ്മൾ ഇതിൽ ഈ 2 വയറും സോൾഡർ ചെയ്തിട്ട് ഇത്രയും ചെറിയൊരു വയറാക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് അടുത്ത പണി എന്ന് പറഞ്ഞാൽ നമ്മുടെ കപ്പാസിറ്റർ ഇല്ലേ, നമ്മുടെ കപ്പാസിറ്ററിലേക്ക് ഈ 2 വയറും കണക്ട് ചെയ്യാന്നുള്ളതാണ്. അതിന് ശേഷം നമ്മൾ അതിൽ നിന്നാണ് കപ്പാസിറ്റർ കണക്ട് ചെയ്താൽ കപ്പാസിറ്റർ ചെറുതാക്കുമ്പോൾ വെട്ടി ശേഷം നമ്മൾ കാറിൻ്റെ അകത്തേക്ക് സെറ്റ് ചെയ്യും. പിന്നെ കപ്പാസിറ്ററിൽ നിന്ന് വയർ തോന്നിയില്ല, ഇതിപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ അത് ഞാൻ കപ്പാസിറ്ററിൽ വയർ കൊടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇരുത്താം. ഓക്കെ പെർഫെക്റ്റ്. നെഗറ്റീവ് വയറായിട്ടുണ്ട്. നമ്മുടെ ഇതിൻ്റെ സോൾഡറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് അടുത്ത പണി എന്ന് പറഞ്ഞാൽ ഇതേന്ന് ഒരു വയർ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതെ ഇതിൽ നമുക്ക് വയർ കണക്ട് ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് കുറച്ച് പണിയുള്ളതെന്ന് വെച്ചാൽ ടഫായിട്ട് കുറച്ച് മൈന്യൂട്ട് പണികളാട്ടാ. വേറൊന്നുമല്ല, നമുക്കിപ്പോൾ അതെ ഇത്രയും നമ്മൾ സോൾഡർ ചെയ്ത സാധനം സെറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇതാണ് കാറിൻ്റെ ഒരു ബോഡി. ഇതിൻ്റെ നമ്മൾ പാട്ട് ഊരി വെച്ചിട്ടുണ്ട് നമുക്ക് എളുപ്പത്തിന് വേണ്ടി. നമുക്കിത് പയ്യെ സെറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഡിക്കി സ്പേസിൽ ഇതിൻ്റെ ഡീറ്റെയിലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഡീറ്റെയിലിംഗ് കാണിച്ചു തരാം. ഡിക്കി സ്പേസിൽ സ്ക്രൂ നട്ട് ബോൾട്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. സീറ്റ് 2 ഡബിൾ സീറ്റ്, ഫ്രണ്ടിൽ 2 സീറ്റ്, ബാക്കിലൊരു സീറ്റ് തന്നെ ഉണ്ട്. പഴയൊരു വിൻറ്റേജ് കാറാട്ടാ. അപ്പോൾ അതെ അടുത്ത പണിയെന്ന് വെച്ചാൽ ഈ ലൈറ്റ് നമ്മൾ ഇതിൻ്റെ അകത്ത് പയ്യ വെച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഒരു പണിയെന്ന് വെച്ചാൽ നമ്മൾ ഗ്ലൂ ചെയ്യുകയാണ്. നമ്മുടെ ഫ്ലെക്സ് കിവി എന്ന് പറഞ്ഞാൽ നമ്മുടെ മരത്തിലൊക്കെ ഉപയോഗിക്കണ ഗ്ലൂ ഇല്ല, ആ ഒരു ഗ്ലൂ പയ്യെ എടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കണം. കാരണം ഈ 2 വയർ നമ്മൾ കൂട്ടി വിട്ടിട്ടുണ്ടോ നമ്മൾ നോക്കണം കേട്ടോ. അപ്പോൾ ഇല്ല, ചെറിയ തോതിൽ ഗ്ലൂ ചെയ്യുകയാണ്. ഓക്കെ ഗ്ലൂ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ കൈ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം പണി കൈക്ക് കിട്ടും. അതുകൊണ്ട് വയ്യ സ്ഥലത്തേക്ക് ഇരുത്തി കൊണ്ട് ഒട്ടിക്കുകയാണ്. ഓക്കെ ശരി. അപ്പോൾ അത് ഈ ഒരു സാധനം ഇട്ടിട്ടുണ്ട്. നമ്മൾ ഡിക്കി സ്പേസ് ഇതല്ലേ വയ്യ, നമ്മൾ ഡിക്കി സ്പേസിൻ്റെ വർക്കിലേക്ക് കിടക്കുകയാണ്. ഡിക്കി സ്പേസിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ 2 സാധനം ഒതുക്കി കൂട്ടി ഡിക്കിയിലേക്ക് ഇറക്കി. അത് ഈ 2 സാധനം നമ്മൾ ഡിക്കിയിലായിട്ട് വെക്കുകയാണ്. പുറത്തേക്കുള്ള വയർ നമ്മൾ മാറ്റി പിടിക്കേണ്ടത്. വലിച്ചു പിടിച്ചതിന് ശേഷം നമുക്ക് ഡിക്കിയിലേക്ക് സാധനം ഇറക്കിയില്ലേ, നമുക്ക് ഈ സാധനം പയ്യെ ഡിക്കിയിൽ ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ ഈ കപ്പാസിറ്റർ തന്നെ ഒരു പീസ് ആ ഒരു സെറ്റൊക്കെ പയ്യെ ഡിക്കിയിലേക്ക് ഉറപ്പിക്കാം. ഈ അടുത്ത് ഈ സൈഡിലേക്ക് ഒന്ന് ഒട്ടിച്ച് വയ്ക്കുക.
ഇപ്പം മറ്റേ പീസായിട്ട് മുട്ടുണ്ടോന്ന് കൂടെ നോക്കിക്കോട്ടോ ഗൈസ്. അതെ പൊട്ടിച്ചതിന് ശേഷം കാണിച്ചു തരാം. നമ്മുടെ ബോഡിയിൽ നിന്ന് 2 വാല് പോലെ നമ്മുടെ വയറെത്തിയിട്ടുണ്ട്. ഇത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല, കാരണം ഞാൻ ഇലക്ട്രിക് മോഡിഫിക്കേഷൻ ഫസ്റ്റ് ടൈമാണ് കാറിൽ ചെയ്യുന്നത്. നമുക്ക് കാരണം പുറത്താണ് പണി തന്നെ, കാരണം സ്വിച്ച് അങ്ങനത്തെ ചെറിയ പണിയാണ്. ചെറിയ സ്വിച്ച് നമ്മൾ കുറേ അന്വേഷിച്ച് കിട്ടിയില്ല. പിന്നെ നമ്മുടെ കയ്യിലുള്ള സ്വിച്ച് വെച്ച് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഫ്രണ്ടിലത്തെ ടയർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിത്തെ ടയർ വെച്ച് ഇനി ഫ്രണ്ടിലത്തെ ടയർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തത്തെ മോഡിഫിക്കേഷൻ വേണമെങ്കിൽ നിങ്ങൾ കമ്പനി ചെയ്താൽ മതി. നമ്മൾ ഹെഡ്ലൈറ്റിൻ്റെ ഒരു ചെറിയ ലൈറ്റ് വെച്ചാൽ വെക്കാറ് ചെയ്യും. നമ്മുടെ ഈ ഒരു പോർഷനില്ലേ ഇത് വയ്യ ടയറിനെ ഇരുത്തി അങ്ങോട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, കാറിൻ്റെ ഇത്ര ആയിട്ടുണ്ട്. ഇപ്പോൾ 90% 10% ഉള്ള ഔട്ടർ ഷെല്ല് നമ്മൾ വെച്ച് കഴിയുമ്പോൾ പുറത്തേക്ക് ഈ വയറ് ഇരിക്കാൻ പറ്റുന്ന ഒരു പൊസിഷൻ എന്ന് എനിക്ക് തോന്നണത്. ഈ വയറിനെ ഈ ഹോൾ വഴി എടുക്കാനായിരിക്കും നമ്മൾ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ വെച്ചതിനൊന്ന് വയ്യ തുറന്നതിന് ശേഷം ഈ ഒരു ഡിക്കീൻ്റെ ഒരു ഹോളില്ലേ അത് ഓപ്പണാണ് കാറിൻ്റെ ബാക്കിൽ. അപ്പോൾ ആ ഹോളിൽ കൂടെ നമ്മൾ വയറെടുക്കുകയാണ്. വയർ നീട്ടിയിട്ടാണ് നമ്മൾ മുറിച്ചോളൂ, കാരണം ചെറിയൊരു കണക്ഷനാണ് നമ്മൾ ഫുൾ കാറിലും ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഇതിനെ പയ്യ ബോഡിയിലേക്ക് അത് നമുക്ക് ഇത് കണക്ട് ചെയ്യാൻ തോന്നുന്നു. അതായിരിക്കും കുറച്ചുകൂടി എളുപ്പമായിട്ട് വരുന്നത്. ഓക്കെ, ബോഡിയിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. വയർ തന്നെ ബാക്ക് വഴിയാണ്. ഓക്കെ, ടയർ വെച്ച് പോകണം. ഓക്കെ, ടയർ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിന് ശേഷം നമുക്ക് അതിൻ്റെ സ്ക്രൂ തന്നെ 2 പോർഷനില്ലേ നല്ല കൃത്യമായിട്ട് നമുക്ക് ബോഡിയിലേക്ക് വെച്ച് കഴിയുമ്പോൾ ഒരു ചെറിയ ലോക്ക് ഉണ്ട് ഫ്രണ്ടിൽ. അതടിച്ച് കഴിയുമ്പോൾ അതേ കാറിൻ്റെ ഇത്രയും സെറ്റായിട്ടുണ്ട്. ഓടുമെന്ന് വെച്ചാൽ ടയറിന് നമ്മൾ ഇതൊട്ടിച്ചുകൊണ്ട് ഓടില്ല. മീൻസ് നമുക്ക് പൊക്കത്ത് ബാറ്ററി ആയിട്ട് നമ്മുടെ വരും. അതിൻ്റെ ബാക്കിൽ നമ്മൾ സ്വിച്ച് കൊടുക്കും. എന്നാൽ ബാറ്ററി സ്വിച്ച് ഇങ്ങനെ ഒരുമിച്ചിരിക്കുന്ന സ്റ്റൈലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതേ നമ്മുടെ സെറ്റപ്പ് എന്ന് പറയുന്നത് സ്വിച്ചിൻ്റെ അത്യാവശ്യം ടൈറ്റുള്ള സ്വിച്ചാട്ടോ. അപ്പോൾ അതേ നമ്മൾ ഈ ഒരു വയറിങ് കൊടുത്തിട്ട് കാണിച്ചു തരാം, കാരണം വീഡിയോ ഇപ്പോൾ അധികം ലെങ്ത് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വയറിങ് കൊടുത്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഈ വലിയ ബാറ്ററി വെച്ച് ചെയ്യണോ അല്ലെങ്കിൽ കുഞ്ഞ് ബാറ്ററി ഉണ്ട് നമ്മുടെ കയ്യിൽ. നമ്മുടെ ചെറിയ വെയിറ്റ് മെഷീനൊക്കെ ഇറങ്ങാൻ ഇപ്പോൾ ബാറ്ററി ബാച്ചിനുള്ള ബാറ്ററി ഉണ്ട്. അതാണ് നമുക്ക് വണ്ടിയുടെ എവിടെയാണ് നമുക്ക് ഡിക്കി സ്പേസിൻ്റെ ഇവിടെയായിട്ട് നമുക്ക് പയ്യെ വെക്കാനെങ്കിലും പറ്റും. അത്യാവശ്യം വലിപ്പമുള്ളതുകൊണ്ട് ഇങ്ങനെ ഇരിക്കണ സാധനം ലുക്കിന് കുഴപ്പം വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ബാക്കിലാണ് കുറച്ച് പൊക്കത്ത് നമുക്ക് ചെറിയ പെയിൻ്റ് അടി പണികളൊക്കെ ബാറ്ററീനെ ഒക്കെ ഒരു കാർഡ്ബോർഡ് വെച്ചാണെങ്കിൽ ചെയ്യാം. ഗൈസ് ഇനി വർക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് അത്യാവശ്യം ടഫ് ഇടും, കാരണം അങ്ങോട്ട് ഈ ചെറിയ സാധനം കട്ട് ചെയ്ത് പിടിപ്പിച്ച്. അപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം, ഇല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ലെങ്ത് കൂടും. അപ്പോൾ അത് ചോദിക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ എടുത്തത് കേട്ടോ. നമ്മുടെ ഈ പണിയും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത്യാവശ്യം ടൈം എടുത്ത് ചെറിയ തോതിൽ അവിടെ നെഗറ്റീവ് 2 വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നിമിഷമാണ് നമ്മുടെ ഈ വയർ നമ്മുടെ ബാറ്ററിൻ്റെ അടിക്കൂടെ വലിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ വയർ നമ്മൾ ഇവിടുത്തെ ഈ വയറും കട്ട് ചെയ്ത് ചെറുതാക്കും. പക്ഷേ ഈ 2 വയറും നമ്മൾ കെട്ടി വയ്ക്കും, എന്നിട്ട് സോൾഡർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഫൈനൽ ലുക്ക് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. വണ്ടിയുടെ സ്വിച്ച് ഇടുമ്പോൾ കത്തുമില്ലെന്ന് അറിയാം, മിക്കവാറും കത്തിപ്പോയിട്ടുണ്ട്. അത്ര ഹീറ്റ് എനിക്ക് അറിയില്ല, ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഒരു സെറ്റ് ചെയ്യണത്. അപ്പോൾ എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കാട്ടോ. അപ്പോൾ ലാസ്റ്റ് നമ്മുടെ ഈ സാധനത്തിൻ്റെ എല്ലാം നമ്മൾ കഴിഞ്ഞ് ഇത് ഒട്ടിച്ച് വെച്ച് ശരി ബാക്കിലേക്ക് നീണ്ടുള്ള സ്റ്റൈലാണ് സെറ്റ് ചെയ്ത് വെക്കണം. ഇതിൻ്റെ മുഖത്ത് നമ്മൾ ഒരു കാർഡ്ബോർഡ് ടൈപ്പ് ഒരു കേജ് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു ഷോർട്ട്സ് ആയിട്ടൊക്കെ നമ്മുടെ ചാനലിൽ വരുന്നത്. പിന്നെ നമ്മൾ സ്ക്രൂ ഒക്കെ ചെയ്ത് എനിക്ക് തോന്നുന്നു സ്ക്രൂ നമ്മൾ പശ ഒഴിച്ചപ്പോൾ വേണ്ട പശ അത്യാവശ്യം എല്ലാ സ്ഥലത്തേക്കും മാറി. അപ്പോൾ ഗൈസ് ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ടത്. ഇനി ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് നിങ്ങൾ കാണണ്ടേ. ഇതായിട്ട് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് കണ്ടതേ. അകത്ത് നമ്മുടെ ലൈറ്റ് വർക്കിംഗ് ആണ്. പിന്നെ നമുക്കിത് നൈറ്റിൽ എങ്ങനെ ഇരിക്കുമെന്ന് വെച്ചാൽ അതെ അത്യാവശ്യം നല്ല വെട്ടമുണ്ട്. വേണ്ട ഒരു പോലീസ് എഫക്റ്റ് നമുക്ക് ശരിക്കും പോലീസല്ല ഉദ്ദേശിച്ചത്. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ടിൽ ഹെഡ്ലൈറ്റ് ആയിട്ട് സെറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ലൈറ്റ് എഫക്റ്റ് എന്തോരാണെന്ന് വെച്ചാൽ ഇത് ഓഫ് ചെയ്ത് കാണിച്ചു തരാം. ഉണ്ടോ അത്യാവശ്യം ലൈറ്റ് ഉണ്ട്. കണ്ടതേ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇത്ര ഏരിയയിൽ പയ്യ ലൈറ്റൊക്കെ ഉണ്ട്. അതായത് ചെറിയ രീതി അത്ര അല്ല, ഇതിൻ്റെ ബാക്ക് എഫക്റ്റ് ആണോ. ഇനി ഈ ലൈറ്റിൻ്റെ പവർ എന്താ ഇവിടെ നിന്ന് അടിക്കണേ അവിടെ തെളിയും. ശരി ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്നാലും ലൈറ്റിൻ്റെ ഒരു എഫക്റ്റ് തന്നെയാണ്. കണ്ടാ സ്പോട്ടി തടിയാവാ നമ്മുടെ വണ്ടീനെ. ഇതാണ് സീൻ സാധനം അല്ലേ.
ലെവലില്ല. അപ്പോൾ ഇതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. ഇത്രയുള്ളൂ നമ്മുടെ വണ്ടീൻ്റെ, ഞങ്ങൾ ചെറിയ വീഡിയോ ഉണ്ടായിരുന്നു വണ്ടീൻ്റെ. അത് ഇത്രയുള്ള സാധനം എന്തേ ഇതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ച്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ഇത് കണ്ട 4 ഹെഡ്ലൈറ്റിനെ കുറിച്ച് നമ്മൾ 2 ഹെഡ്ലൈറ്റ് കൊണ്ടുവരും. ആണെങ്കിൽ നമ്മൾ ബാക്കിലാണ് ഉദ്ദേശിക്കണം. ബാക്കിലിപ്പോൾ ഇതാണ് ഇതിൻ്റെ അവസ്ഥ. വയറിങ്ങനെ നടക്കുകയാണ്. നമ്മൾ അടച്ച് ഒരു കിടിലം കേജ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഈ ബാറ്ററി എന്ന് വേണമെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് കൊടുക്കാമല്ലോ. അപ്പോൾ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇവിടെ 2 ലൈറ്റ് ഉണ്ട്. പിന്നെ നമ്മൾ ടൈറ്റൊക്കെ കിട്ടുക സ്ക്രൂ ഡ്രൈവേഴ്സ്. ബൈ ബൈ.